മനാഞ്ചേരിയിൽ ഇങ്ങനെ തിരക്കൊക്കെ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. മണിക്കൂറുകൾ അടുക്കുന്തോറും ന്യൂ ഇയർ പിറവി കൊള്ളുന്തോറും ഇങ്ങനെ തിരക്ക് കൂടി വരികയാണ്. നൂറുകണക്കിന് ആളുകളാണ് ഏതായാലും മാനാഞ്ചിറയിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ കോഴിക്കോടിന്റെ അതൊരു ഹൃദയ ഭാഗമാണ് മാനാഞ്ചിറ മൈതാനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ രാത്രികളിലൊന്നും മാനാഞ്ചിറയൊന്നും ഇതുപോലെ വേറെ ദിവസങ്ങളിലൊന്നും ഇതുപോലെ അത്ര മനോഹരമായി ലൈറ്റുകൾ കൊണ്ട് വർണ്ണാഭമായി നിൽക്കുന്ന ദിവസങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല. അത് തന്നെയാണ് പ്രത്യേകത. ന്യൂ ഇയർ ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ അത്രയും മനോഹരമാക്കാൻ അതുപോലെ തന്നെ ദൃശ്യങ്ങളൊക്കെ പകർത്താൻ വേണ്ടി ആളുകൾ ഒരുപാട് എത്തും. അപ്പോൾ അവർക്ക് അത് കാഴ്ച പകരുന്ന രീതിയിൽ വലിയ രീതിയിൽ ഒരു വർണ്ണാഭമായ കാഴ്ചകളൊക്കെ ഒരുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു വർണ്ണാഭമായ കാഴ്ചകൾ തീർത്ത് ലൈറ്റുകൾ കൊണ്ട് അതങ്ങനെ മനോഹരമാക്കുന്നത്. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഏതായാലും ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. ചേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. ഫോട്ടോ എടുക്കാണോ? എങ്ങനെയുണ്ട് ലൈറ്റൊക്കെ? ലൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മാനാഞ്ചിറയിൽ ആദ്യമായിട്ടാണോ രാത്രിയിൽ ഇങ്ങനെ ഇതുപോലെ ഭംഗിയിട്ട് നിൽക്കുന്നത്? ആദ്യമായിട്ടാണ്. രാത്രി അല്ല, ആദ്യം വരലുണ്ട്. എല്ലാ ന്യൂ ഇയറിനും വരലുണ്ട്. എല്ലാ ന്യൂ ഇയറിനും ഇതുപോലെ അടിപൊളിയായിട്ടുണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ലൈറ്റ് വെറുതെ ഇടായിരുന്നു. ഇത്രയ്ക്ക് ആകൃതിയിലൊന്നും അല്ലെങ്കിൽ രൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ആ, വളരെ കുറവായിരുന്നു. എന്നാലും ഇപ്രാവശ്യം നല്ല ഐറ്റംസ്. എവിടുന്ന വീട് എവിടെയാ? എലത്തൂരാണ്. ഇനി ഇവിടുത്തെ ആഘോഷം കഴിഞ്ഞിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ തന്നെ തുടരാണോ? 12 മണി വരെ ഇവിടെ തന്നെ തുടരും. കഴിഞ്ഞ വർഷങ്ങളിൽ ന്യൂ ഇയർ ഒക്കെ എങ്ങനെയായിരുന്നു? ഈ വർഷത്തെ ന്യൂ ഇയർ എങ്ങനെയാക്കാനാണ് ആഗ്രഹിക്കുന്നത്? പ്രാവശ്യം ഒന്നും കൂടി കളർഫുൾ ആക്കാൻ ആഗ്രഹമുണ്ട്. എന്താ സാഹചര്യം നോക്കിയിട്ട് അങ്ങനെ പരിപാടിയൊക്കെ കണ്ടിട്ട് വേണം അടിപൊളിയാക്കാനുള്ളത്. ഏതായാലും എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ലൈറ്റാണ്. അത് അത്ര മനോഹരമായി തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് ലൈറ്റൊക്കെ? അടിപൊളി. ആദ്യമായിട്ടാണോ അതിങ്ങനെ കാണുന്നത്? അതെ, ആദ്യമായിട്ടാണോ മാനാഞ്ചിറയിലേക്ക് ലൈറ്റ് കാണാൻ വരുന്നത്? ഭയങ്കര അടിപൊളിയാണല്ലേ? അടിപൊളിയാണ്. ന്യൂ ഇയർ ആഘോഷമൊക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, ആഘോഷിക്കാൻ പോകണല്ലോ. 2025 എങ്ങനെയുണ്ടായിരുന്നു ഒരു ഓവറോൾ ഇയർ എടുക്കുമ്പോൾ? 2025 പറ്റ പോക്കായിരുന്നു. 26 അങ്ങനെ ആവാതിരിക്കട്ടെ. നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ? ഓർത്തിരിക്കാൻ പാകത്തിന് 25 ഏതെങ്കിലും ഒരു മൊമെന്റ് ഓർക്കാൻ പറഞ്ഞാൽ? ഓർക്കാനേ ഉള്ളൂ. അങ്ങനെ ബാഡായിട്ടാണോ അതോ രണ്ടോ? അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പറയാൻ കൊള്ളാത്ത ഓർമ്മകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. ചേച്ചി, റീൽസ് എടുക്കുകയാണോ? റീൽസ് എടുക്കുകയാണോ അതോ ഫോട്ടോ എടുക്കുകയാണോ? ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇടാണല്ലേ? വലിയ ആഘോഷത്തിലാണ്, വലിയ ആവേശത്തിലാണ്. മക്കളെയും കൂട്ടിയിട്ട് വന്നയാ. മാനാഞ്ചിറയിൽ കഴിഞ്ഞ വർഷമൊക്കെ വന്നിരുന്നോ ന്യൂ ഇയർ ആഘോഷിക്കാൻ? ഇല്ല, ഇന്ന് വന്നയാ. എവിടെ വീട്? എവിടെയാ വീട്? കാക്കൂര്. 12 മണി വരെ ഇവിടെ തന്നെ തുടരുമോ? നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാ ആഘോഷമൊക്കെ? ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയിട്ട് എങ്ങനെയാ ആഘോഷങ്ങളൊക്കെ? ആഘോഷ അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കുടുംബത്തിനൊപ്പം കുട്ടികളെയും കൂട്ടിയിട്ട്. കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ലോ അല്ലേ ലൈറ്റ് ഒക്കെ കാണുമ്പോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഇതിലേതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏതാ ഇഷ്ടപ്പെട്ടെ? ആനയെ ഇഷ്ടപ്പെട്ടോ? ആനയെ കണ്ടോ? ഡ്രാഗണെ കണ്ടോ? കുട്ടികളാണ് ഇത് വളരെ കൗതുകത്തോടെയൊക്കെ നോക്കുന്നത്. കാരണം ഓരോ രൂപവും അവർക്ക് വളരെ ഇഷ്ടത്തോടെ വളരെ കൗതുകത്തോടെ അവരിങ്ങനെ നോക്കുന്നുണ്ട്. ഇക്ക, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട്? ലൈറ്റും വർണ്ണാഭമായിരിക്കുകയാണല്ലേ? ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. ഉഷാറായിട്ടുണ്ട്. ന്യൂ ഇയർ എങ്ങനെയുണ്ട്? എങ്ങനെ ആഘോഷിക്കുന്ന ന്യൂ ഇയർ ഒക്കെ? ന്യൂ ഇയർ ഇതന്നെ, ജനങ്ങളുടെ കൂടെ, ജനങ്ങളുടെ ഒപ്പം സോഷ്യലൈസ് ചെയ്യാല്ലേ നമുക്ക് കുറച്ചുകൂടി? അതെ, കുറച്ചുകൂടി ജനങ്ങളോട് ഇടപഴകി കുറച്ച് അടുത്ത്, ഹൃദയങ്ങളുടെ അടുത്ത് കാണുക എന്നുള്ളതാണ്. കോഴിക്കോട്ടുകാരെന്ന് പറയുമ്പോൾ ഹൃദയത്തെ ചേർത്ത് വെക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹം പകരുന്ന ആൾക്കാരാണല്ലോ. അതെ, തീർച്ചയായിട്ടും പരസ്പരം സ്നേഹം പങ്കിട്ടും സൗഹൃദം പങ്കിട്ടും ഉള്ളതായിരിക്കണം 2026. 25 എങ്ങനെയായിരുന്നു? 25 പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കുറേ പ്രശ്നങ്ങൾ, നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തം, അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ മായാത്ത ഓർമ്മകളായിട്ട് ഇപ്പം നിൽക്കുകയാണ്. അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും 2026 ഇല്ലാതിരിക്കട്ടെ. 26 ഒരു മനോഹരമായ വർഷമായി തുടരട്ടെ അല്ലേ? എങ്ങനെയാണ് ആഘോഷമൊക്കെ? നന്നായി പോകുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോടൊക്കെ? ഒരു ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കോഴിക്കോട് മസ്റ്റ് എല്ലാവരും വരണം. ലൈറ്റൊക്കെ കാണണം. നേരത്തെ പറയാറുണ്ട് തിരുവനന്തപുരത്തിൽ മാത്രമേ ലൈറ്റ്. ദുബായിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ലോകം മുഴുവൻ അങ്ങനെ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ദുബായിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകൾ. തിരുവനന്തപുരം കോവളത്ത് നടക്കുന്ന അവിടെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികൾ, അങ്ങനെ പലവിധ കാഴ്ചകളാണ് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് നമ്മുടെ കൺമുന്നിലേക്ക് എത്തുന്നത്.